തീർച്ചയായും എം എൽ എ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അങ്ങേയറ്റം പോയാൽ ഒരു ജീവൻ നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. താങ്കൾക്ക് ലഭിച്ച വിവരം പ്രകാരം ഈ കുട്ടി ലേഡീസ് കമ്പാർട്ട്മെന്റിലായിരുന്നോ അതോ ജനറൽ കമ്പാർട്ട്മെന്റിലായിരുന്നോ യാത്ര ചെയ്തിരുന്നത്? അത്തരത്തിലുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലോക്കൽ പോലീസിന്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിരുന്നോ? കേരള എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിലായിരുന്നു ഈ സംഭവം. 2 കുട്ടികളെ ആണ് ഒരുമിച്ച് ചവിട്ടുന്നത്. അതിൽ ഒരു കുട്ടി തെറിച്ച് പുറത്തേക്ക് വീഴുന്നു, ഒരു കുട്ടി അതിനകത്ത് തന്നെ വീഴുന്നു എന്നാണ് കിട്ടിയ വിവരം. എന്തായിരുന്നാലും അതിനകത്ത് ജനറൽ കമ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇയാളെ എല്ലാവരും കൂടി ചേർന്ന് ബലം പ്രയോഗിച്ച് അയാളെ അമർത്തി നിർത്താൻ വേണ്ടിയിട്ട് പറ്റി. പിന്നെ റെയിൽവേ പോലീസിനെ കൈമാറി ഇപ്പോ ട്രിവാൻഡ്രത്തേക്ക് റെയിൽവേ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുള്ളതായിട്ടാണ് വിവരം. ഈ കുട്ടിയുടെ ആരോഗ്യനില എന്താണ്? ആശുപത്രിയിൽ നിന്ന് എന്താണ് താങ്കൾക്ക് ലഭിച്ചിട്ടുള്ള വിവരം? അത് ഇച്ചിരി ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യമാണുള്ളത്. ഇന്റേണൽ ബ്ലീഡിംഗ് ആണുള്ളത്. വീഴ്ചയുടെ ഭാഗമായിട്ട് സംഭവിച്ചിരിക്കാനാണ് സാധ്യത. എന്തായിരുന്നാലും അത് പെട്ടെന്ന് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് എത്തി മറ്റു കാര്യങ്ങളിലേക്ക് കടക്കും. അത് ശരി, നന്ദി ശ്രീ വി ജോയ് എം എൽ എ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിച്ചതിന്. അദ്ദേഹം പറഞ്ഞത് പ്രകാരമാണെങ്കിൽ 19 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് ഇങ്ങനൊരു അപകടം ഉണ്ടാകുന്നത്. കൂടെ ഉണ്ടായിരുന്ന കുട്ടിയെയും 2 പേരെയും ഇയാൾ ചവിട്ടി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ആശുപത്രിയിൽ കിടക്കുന്ന കുട്ടി തെറിച്ച് ഓടുന്ന ട്രെയിനിൽ നിന്ന് പുറത്തു വീഴുകയും തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സാഹചര്യം ഉണ്ടാവുകയാണ് ചെയ്തത്. ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. നേരത്തെ ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ അബോധാവസ്ഥയിലായിരുന്നു. ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. ആദ്യം ഒരു ആശുപത്രിയിൽ എത്തിക്കുന്നു, മിഷൻ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. വിദഗ്ധ ചികിത്സ ആവശ്യമാണ്. സർജറി അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യമായി വന്നേക്കാം ഒരുപക്ഷെ. അതുകൊണ്ട് അതിനുള്ള സൗകര്യം അവിടെയില്ല. കൂടുതൽ ചികിത്സയ്ക്ക് വേണ്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അല്പസമയം മുമ്പാണ് ആ പെൺകുട്ടിയെ മാറ്റിയത്. ഏതായാലും അക്രമി കസ്റ്റഡിയിലായിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്? മദ്യപിച്ച് അബോധാവസ്ഥയിലായ ഇയാൾ എങ്ങനെയാണ് ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറിയത്? മറ്റ് യാത്രക്കാരൊന്നും ഇതിനെതിരെ ശബ്ദിച്ചിരുന്നില്ലേ? എന്തിനാണ് ഇവർ യുവതികളെ ആക്രമിച്ചത്? തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. വീണ്ടും സനിസ ശോഭ ചന്ദ്രനിലേക്ക് പോവുകയാണ്. സനിസ, ഇപ്പോൾ എം എൽ എ ആണ് നമ്മളോട് സംസാരിച്ചത്. ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ട് കുട്ടിക്ക് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഗുരുതരമായ ഒരു അവസ്ഥ ഇപ്പോഴും തുടരുകയാണെന്നും അറിയുന്നു. പെൺകുട്ടി സഞ്ചരിച്ചിരുന്നത് ജനറൽ കമ്പാർട്ട്മെന്റിലായിരുന്നു. അകാരണമായ ഒരു ആക്രമണമാണോ ഈ പ്രതിയുടെ ഭാഗത്ത് നിന്ന് പെൺകുട്ടികൾക്ക് നേരെയുണ്ട്? 2 പേരെയും ആക്രമിച്ചു എന്നാണ് അറിയുന്നത്. 2 പേരെയും ചവിട്ടി പുറത്തിടാനുള്ള ഒരു നീക്കമായിരുന്നു അയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ഇപ്പോൾ പരിക്കേറ്റ് ആശുപത്രിയിൽ കിടക്കുന്ന കുട്ടി ഈ ട്രെയിനിൽ നിന്ന് വീഴുകയാണ് ചെയ്തത്. മറ്റേ പെൺകുട്ടി ഒരുപക്ഷെ ഇതിനെ ഞെട്ടില്ലായിരിക്കാം. ഏതെങ്കിലും ആ പെൺകുട്ടിയോട് സംസാരിക്കാനോ ബന്ധപ്പെടാനോ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? എന്താണ് സംഭവിച്ചെന്നില്ല എന്തെങ്കിലും ഒരു വ്യക്തത ഇതുവരെ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുമോ? ജീന, ആക്രമിക്കപ്പെട്ട യുവതിയോടൊപ്പം തന്നെ ഇപ്പോൾ യുവതിയെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചപ്പോൾ കൂടെ തന്നെ ആ സുഹൃത്തും ഈ കയറിപ്പോയതായിട്ട് നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ ആ സുഹൃത്ത് ഇപ്പോൾ യുവതിയോടൊപ്പം തന്നെ തുടരുന്നുണ്ട്. യുവതിക്ക് വിദഗ്ധ ചികിത്സ ലഭിക്കേണ്ട ഒരു സാഹചര്യമാണ്. നമുക്ക് ആംബുലൻസ് ഡ്രൈവറുടെ പ്രതികരണത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് ജീവനോട് പൊരുതുന്ന ഒരു അവസ്ഥയിലാണ് യുവതി ഉള്ളത് എന്നതാണ്. അത്രയും ഗുരുതരമായ പരിക്കാണ് തലക്കേറ്റിരിക്കുന്നത്. ഈ യുവതിയും സുഹൃത്തും ആലുവയിൽ നിന്നാണ് കേരള എക്സ്പ്രസിലേക്ക് കയറുന്നത്. അവർ തിരുവനന്തപുരം സ്വദേശിയാണ്. ഈ അക്രമിയും പനിച്ചിമൂട് സ്വദേശിയാണ്. പനിച്ചിമൂട് സ്വദേശിയായ സുരേഷും തിരുവനന്തപുരം സ്വദേശിയാണ്. അത്തരത്തിൽ ഇവർ ഈ ട്രെയിനിൽ ഇവർക്ക് ഇത്തരമൊരു ആക്രമണം ഉണ്ടായ സാഹചര്യത്തിൽ മറ്റ് യാത്രക്കാർ പറയുന്നുണ്ട് ഇയാൾ അങ്ങേയറ്റം മദ്യപിച്ച് ലക്കുകെട്ട ഒരു അവസ്ഥയിലായിരുന്നു. ഇയാൾ ബഹളം വെച്ചതുമൊക്കെ മറ്റ് യാത്രക്കാർ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് ഇയാൾ ഈ 2 പെൺകുട്ടികളെയും ചവിട്ടി വെളിയിലേക്ക് താഴ്ത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിൽ ഒരു പെൺകുട്ടി അയന്തി എന്ന ഒരു പ്രദേശത്ത്, വർക്കലയിൽ നിന്ന് കുറച്ച് മാറിയിട്ട് അയന്തി എന്ന സ്ഥലത്ത് വീഴുകയായിരുന്നു. തുടർന്ന് മറ്റ് സുഹൃത്ത് ശബ്ദിക്കുകയും മറ്റ് യാത്രക്കാർ ഇത് കേൾക്കുകയും അവർ ഈ പ്രതിയെ പിടിച്ചുവെക്കുകയും റെയിൽവേ പോലീസിന് കൈമാറുകയുമായിരുന്നു. അത്തരത്തിൽ ഈ ഒരു പ്രതിയെ ഇപ്പോൾ, ഈ അക്രമിയെ ഇപ്പോൾ തമ്പാനൂർ പോലീസിന് കൈമാറിയിട്ടുണ്ട്. അത്തരത്തിൽ യുവതിയെ ആദ്യം ഈ നാട്ടുകാരും ചേർന്ന് ഈ യുവതിയെ കണ്ടെത്തി മറ്റൊരു ട്രെയിനിൽ കയറ്റി വർക്കലയിലെ മിഷൻ ഹോസ്പിറ്റലിലാണ് ആദ്യം പ്രവേശിപ്പിച്ചത്. അവിടെ നിന്ന് ആ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി വെന്റിലേറ്റർ അടക്കമുള്ള സഹായത്തോടെയാണ് ആംബുലൻസിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് നടന്നിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ തന്നെ ഈ ട്രെയിനുമായി ബന്ധപ്പെട്ട് വളരെയധികം സുരക്ഷാ വീഴ്ചകൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. സൗമ്യ കൊലപാതകമൊക്കെ നമ്മുടെ മുന്നിലുള്ള ഒരു സാഹചര്യമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത് തുടർക്കഥയായിട്ട് തന്നെ പോകുന്നത്. ജനറൽ കമ്പാർട്ട്മെന്റിൽ അത്രയും ആളുകളുള്ള ഒരു സാഹചര്യത്തിൽ അർദ്ധരാത്രി പോലുമല്ല, മണിക്കൂറുകൾക്ക് മുൻപാണ് ഇത്രയും കാര്യങ്ങൾ
നടന്നത്. അർദ്ധരാത്രി പോലും അല്ലാത്തൊരു സമയത്ത് ഒരു 2 പെൺകുട്ടികൾ ഒരാൾ മദ്യപിച്ച് വന്ന് ആക്രമിക്കുകയാണ്. അത്തരത്തിൽ ഈ സംഭവം നടന്നു എന്നത് ഒരു വലിയ തരത്തിലുള്ള ഒരു സുരക്ഷാ വീഴ്ചയായിട്ട് റെയിൽവേ പോലീസിനെതിരെ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ വീഴ്ചയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, ഒരു തുറക്കഥയാവുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ റെയിൽവേ പോലീസ് അപ്പോൾ തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൊച്ചുവേളി റെയിൽവേ പോലീസ് പ്രതി അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് തമ്പാനൂർ പോലീസിന് കൂടുതൽ അന്വേഷണത്തിനും കാര്യങ്ങൾക്കുമായിട്ട് കൈമാറുകയായിരുന്നു. പ്രതിയുടെ ഒരു പ്രതികരണം തന്നെ ലഭിച്ചിട്ടുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. പ്രതി അങ്ങേയറ്റം മദ്യപിച്ചിട്ടുണ്ട്. പ്രതിക്ക് ഒന്നിനും കഴിയാത്തൊരവസ്ഥയാണ്. അത്രയ്ക്കും മദ്യപിച്ചിട്ടുള്ള ഒരു മധ്യവയസ്കനാണ് ഈ പനച്ചിമൂട് സ്വദേശിയായിട്ടുള്ള സുരേഷ്. അയാൾ ഇത് എന്തിനാണ് താൻ ഇത്തരത്തിൽ പെൺകുട്ടികളെ ആക്രമിച്ചതായിട്ട് അയാൾ സമ്മതിക്കുന്നില്ല. പക്ഷേ അയാൾ ഇത്തരത്തിൽ ആക്രമിച്ചത് കൂടെയുണ്ടായിരുന്ന സുഹൃത്ത്, ആക്രമമേറ്റ ഈ പെൺകുട്ടിയാണ് വെളിയിലേക്ക് തെറിച്ചു പോയതെങ്കിൽ പോലും കൂടെയുണ്ടായിരുന്ന സുഹൃത്തിനെയും ഇയാൾ ചവിട്ടിയിട്ടുണ്ട്. അത്തരത്തിൽ ആ സുഹൃത്ത് സ്ഥിരീകരിക്കുന്നതായിട്ടാണ് നമുക്ക് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഇയാൾ ഈ 2 പെൺകുട്ടികളെ മദ്യപിച്ച് ലക്കുകെട്ട് ആക്രമിക്കുകയായിരുന്നു. ഇതിൽ 2 പെൺകുട്ടികളെയും ഇയാൾ ചവിട്ടുകയുണ്ടായി. എന്നാൽ ഒരാളാണ് വെളിയിലേക്ക് തെറിച്ച് വീണത്. അത്തരത്തിൽ വീണ പെൺകുട്ടി വലിയ രീതിയിലാണ്, തലയ്ക്ക് വലിയ രീതിയിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. മറ്റ് പൊട്ടലുകളോ ഒക്കെ ശരീരത്തിൽ ഉണ്ടോ എന്നതിനും സംശയമുണ്ട്. കാരണം നമുക്കറിയാം, ഓടുന്ന ഒരു ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് വീണാൽ എന്തൊക്കെ അപകടമാണ്, എന്തൊക്കെ ഇഞ്ചുറീസ് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത്തരത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. മിഷൻ ഹോസ്പിറ്റലിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് തന്നെ വെന്റിലേറ്ററിന്റെ മറ്റും സഹായത്തോടെയാണ്. അത്തരത്തിൽ ഈ ആംബുലൻസ് ഡ്രൈവറുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജീവന് വേണ്ടി പൊരുതുന്ന ഒരു അവസ്ഥയിലാണ് ഈ ഒരു പെൺകുട്ടി ഉള്ളത് എന്നതാണ്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ നമ്മൾ എന്തൊക്കെ തരത്തിൽ നമ്മൾ പുരോഗമന ആശയങ്ങൾ പങ്കുവച്ചാലും, കേരളത്തെ പറ്റി എന്തൊക്കെ നേട്ടങ്ങൾ നമ്മൾ പറഞ്ഞാലും, സ്ത്രീ സുരക്ഷയുടെ ഒരു കാര്യത്തിൽ വരുമ്പോൾ നമ്മൾ വളരെയധികം പിന്നോട്ടാണ് എന്ന ഒരു തരത്തിലുള്ള സംഭവങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്. സൗമ്യ വധക്കേസിന്റെ ആ ഒരു കൊലപാതകത്തിന്റെ ഒക്കെ കാര്യങ്ങൾ നമ്മളെ അത്രയും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. റെയിൽവേയുമായി ബന്ധപ്പെട്ട മറ്റു പ്രശ്നങ്ങളുമൊക്കെ ഈ പൊതുമധ്യത്തിൽ അത്രയും ചർച്ചകൾ വന്നിട്ടുള്ളതാണ്. പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ റെയിൽവേക്ക് സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന തരത്തിലുള്ള നിഗമനങ്ങളാണ്, അത്തരത്തിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ തന്നെ ഉയർന്നു വന്നിട്ടുള്ളത് എന്ന് വ്യക്തമാണ്. നമുക്കറിയാം, നേരത്തെ സയൻസ് സൂചിപ്പിച്ചതിന് സൗമ്യ കൊലക്കേസിന് ശേഷമൊക്കെ എത്രത്തോളം സുരക്ഷാ ക്രമീകരണങ്ങൾ റെയിൽവേയിലും ട്രെയിനുകളിലും ഒക്കെ ഉണ്ടായിരിക്കേണ്ടതിന്റെ ആവശ്യകതയൊക്കെ നമ്മൾ ചർച്ച ചെയ്താണ്. ഓരോ റെയിൽവേ സ്റ്റേഷനിലും അല്ലെങ്കിൽ ഓരോ ബോഗിയിലും അടക്കം ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം, ഈ പറയുന്ന ലേഡീസ് കമ്പാർട്ട്മെന്റിൽ അടക്കമാണെങ്കിലും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം വേണമെന്നതിലടക്കമുള്ള കാര്യങ്ങൾ അന്നത്തെ വലിയ രീതിയിൽ ചർച്ച ആയതുമാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ജനറൽ കമ്പാർട്ട്മെന്റിലാണ് ഇത്തരത്തിലൊരു അതിക്രമം നടന്നിട്ടുള്ളത് എന്നത് വ്യക്തമാണ്. യാത്രക്കാർ സാക്ഷ്യപ്പെടുത്തുന്നത് ഇയാൾ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത്രയും യാത്രക്കാർ അവിടെ ഉണ്ടായിട്ടും നേരത്തെ തന്നെ അവരൊരു ഇടപെടൽ നടത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ അധികൃതരെ ബന്ധപ്പെട്ട് ഈ വിഷയം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു ദാരുണ സംഭവം ഉണ്ടാകുമായിരുന്നില്ല.